നമഃശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ശ്രീമദ് ഭഗവത്ഗീതയുടെ അധ്യായം 2 സാംഖ്യയോഗമാണിപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി 31 ശ്ലോകം വരെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ 31 ശ്ലോകത്തിൽ ക്ഷത്രിയ ധർമ്മത്തെക്കുറിച്ച് അർജുനനെ ബോധമാക്കാൻ ആരംഭിക്കുന്ന അർജുനനെ ബോധമാക്കാൻ ശ്രമിക്കുന്ന ഭഗവാനെയാണ് നാം കണ്ടത്. സുധർമ്മമായ യുദ്ധത്തിൽ മരിക്കുന്നതാണ് മംഗളകരമായതല്ലാതെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതല്ല എന്ന് പറഞ്ഞു നിർത്തിയ ഭഗവാനെയാണ് നാം കണ്ടത്. അടുത്ത ശ്ലോകം, അടുത്ത ഒരു 4-5 ശ്ലോകങ്ങളോ 5-6 ശ്ലോകങ്ങളോട് എല്ലാം തന്നെ ക്ഷാത്രധർമ്മത്തെക്കുറിച്ച് ഉള്ള വർണ്ണനകളാണ്. അർജുനനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 32. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഹേ പാർത്ഥ, ഹേ അർജുന, ഈ യുദ്ധം യാദൃച്ഛികമായി നിനക്ക് മുന്നിൽ തുറന്നു വച്ച സ്വർഗവാതിലുകളാണ്. ഈ ദൃശ്യം യുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമേ കൈവരൂ. നിനക്ക് യുദ്ധം ചെയ്യാനുള്ള അവസരം യാദൃച്ഛികമായി നിനക്ക് മുന്നിൽ തുറന്നു വയ്ക്കപ്പെട്ട സ്വർഗവാതിലുകൾ പോലെയാണ്. ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമേ ഇങ്ങനെയുള്ള അവസരം കൈവരൂ എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ക്ഷത്രിയധർമ്മം വർണ്ണിക്കുമ്പോൾ എവിടം വരെ പോകുമെന്ന് ഭഗവാൻ നോക്കുകയാണ്. അത് മൊത്തം അർജുനനെ യുദ്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. നമ്മുടെ സ്വധർമ്മം നാം എങ്ങനെ ചെയ്യണം? ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. അന്ന് ജാതി ചിന്തകളുള്ള ചാതുർവർണ്ണയമൊക്കെ നിലനിൽക്കുന്ന സമയത്തുള്ള കാലങ്ങളാണ്. ബ്രാഹ്മണർക്ക്, ക്ഷത്രിയർക്ക്, വൈശ്യർക്ക്, ശൂദ്രർക്ക് അവരുടെ കുലധർമ്മങ്ങളുണ്ട്. ആ സാഹചര്യം കണക്കിലാക്കി അത് താരതമ്യപ്പെടുത്തുകയാണെന്ന് മാമതി ചിന്തിക്കാൻ. ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ലല്ലോ ജാതി ചിന്തകൾ. ഒരു ക്ഷത്രിയ ധർമ്മമാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്ന ഭഗവാൻ. അടുത്ത ശ്ലോകം നോക്കാം. അതച്ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. ഈ യുദ്ധത്തിൽ നീ യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ ക്ഷത്രിയ വർണ്ണനയിൽ പെടുന്നവരുടെ ധർമ്മം പാലിക്കാത്ത പക്ഷം, യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ ആന്തരിക അർത്ഥം ഇതാണ്: ക്ഷത്രിയ വർണ്ണത്തിൽ പെടുന്നവരുടെ ധർമ്മം പാലിക്കാത്ത പക്ഷം, അതായത് ക്ഷത്രിയ ധർമ്മം പാലിക്കാത്ത പക്ഷം സ്വധർമ്മവും കീർത്തിയും നഷ്ടപ്പെട്ട് പാപിയായി തീരും. നീ നിൻ്റെ കുലധർമ്മം സ്വീകരിച്ചില്ലെങ്കിൽ നീ പാപിയായി തീരുമെന്ന് ഒറ്റ വാചകത്തിൽ പറയാം. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെ ഓരോ കാര്യങ്ങൾ അർജുനനോട് ഭഗവാൻ പറഞ്ഞ് ക്ഷത്രിയധർമ്മത്തിൻ്റെ എന്തൊക്കെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരിച്യതേ. ഈ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഇതുപോലെ ചേർന്ന് വരുന്നതാണ്. അതുമാത്രമല്ല, മാലോകരെല്ലാം കാലാകാലം നിന്നെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, സംസാരിക്കും.
മാന്യന് അപകീർത്തി മരണത്തേക്കാൾ ഭയാനകമാണ്. അർജുന, നീ യുദ്ധം ചെയ്യാതെ പിന്മാറി നിന്നാൽ മാലോകരെല്ലാം കാലാകാലങ്ങളോളം നിന്നെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയവനാണ്, ക്ഷത്രിയൻ ചേർന്നതല്ല, നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ നീ ഭീരുവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അപകീർത്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന മാന്യനായ ഒരു ക്ഷത്രിയന് അപകീർത്തി മരണത്തേക്കാൾ ഭയാനകമാണ്. പിന്നെ നീ എന്തിനായി അപകീർത്തി കേട്ടുകൊണ്ട് ജീവിച്ചിരിക്കും? നിനക്ക് മരിച്ചുകൂടെ? നിനക്കെന്താ മരിച്ചുകൂടെ? എന്തിനാ കേൾക്കുന്നത്? അത്രയ്ക്ക് അപകീർത്തിപ്രദമാണ് ഇങ്ങനെ ക്ഷത്രിയധർമ്മം പാലിക്കാതിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ 3 ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങൾ മതി. ഇതുപോലെ തന്നെ 3-4-5 ശ്ലോകം കൂടെയുണ്ട് അർജുനനെ ക്ഷത്രിയധർമ്മത്തിൻ്റെ മഹത്വം ഉദ്ബോധിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ 4-5 ശ്ലോകങ്ങളുണ്ട്. അതടുത്ത ദിവസം നമുക്ക് നോക്കാം. ഈ 3 ശ്ലോകത്തിൻ്റെ അർത്ഥം മനോഹരമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഏവർക്കും ശുഭസുദിനം, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.